ഓക്കെ, ഈ 2024 ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവി ഏതാ? ഓ, അത് നമ്മൾ ആടുജീവിതം തന്നെ. ഇക്കൊല്ലം എന്തായാലും പൃഥ്വിന്റെ ആടുജീവിതം. ഞാൻ പൃഥ്വിരാജിന്റെ നമ്മളെ ആടുജീവിതം. ഞാനും പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ്. ആടുജീവിതം ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. മ്യൂസിക്കൽ വൈസും കാര്യങ്ങളൊക്കെ, പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് അത് പ്രോമിസിങ് തന്നെയായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് സിനിമാറ്റോഗ്രാഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രെയിം ഒരു കാര്യങ്ങളൊക്കെ രക്ഷയില്ലാത്ത ഫ്രെയിമുകളായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നതാണത്. നല്ല ആർട്ടുണ്ട്, ഒരു രക്ഷ. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നു? അത് പുള്ളിയും മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു സാധനമാണല്ലോ. മൂപ്പരുടെ എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് ട്രെയിലർ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ പുള്ളിക്കാരൻ്റെ ആയാലും പടം ബ്ലെസി സാറിൻ്റെ ആണെങ്കിലും കുറേ കാലത്തിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഫ്രെയിമും കിടിലൻ തന്നെയാണ്. ബുക്ക് ഞാൻ പഠിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കഥ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ബുക്ക് മാത്രം കംപ്ലീറ്റ്ലി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ അറിയുന്നത് നമുക്ക് ആ ഒരു അതേ ക്യാരക്ടറൈസേഷനൊക്കെ ഏറെക്കുറെ അതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, അത് പിന്നെ പുള്ളി അതിനായിട്ട് വേണ്ടി പുള്ളി സെറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആപ്റ്റാണ്, ക്യാരക്ടർ അടിപൊളിയാണ്. ഞാൻ നല്ല എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് സിനിമയിൽ. കാരണം ഏതാണ്ട് 4 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വി പറയുന്നത്. സോ എന്തായാലും അത് കാണണം. അത് ബക്കറ്റ് ലിസ്റ്റാണ്. ഡെഡിക്കേഷന് ഒരു പേരുണ്ടെങ്കിൽ അത് പൃഥ്വി തന്നെയാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓരോ സീസണലായിട്ടായിരുന്നു ഇത് എടുത്താണ് ഞാൻ കേട്ടത്. ഷെഡ്യൂൾ ചെയ്തത്. ചില സമയത്ത് എന്തോ അവിടെ പ്രശ്നങ്ങളുണ്ടാകുമ്പം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തോ സിനിമയ്ക്ക് വേണ്ടി താടി 4 വർഷത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനപ്പുറം എന്ത് ഡെഡിക്കേഷനാണ് ഒരു ആക്ടറിന് ചെയ്യാൻ പറ്റുക? 28-ാം തീയതി സിനിമ കാണാൻ അത് ഉറപ്പല്ലേ. ആടുജീവിതം ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ജസ്റ്റ് കഥയാണ്. പക്ഷേ ഈ വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, ഒരു വേറൊരാളെ എന്നുള്ള ഒരു ഡയറക്ടറിൻ്റെ വിഷനിൽ ഇത് കാണുമ്പോൾ അത് അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്. അപ്പം ഈ അടുത്ത് ഞാനൊരു പോസ്റ്റ് കണ്ട്, ഈ പൃഥ്വിരാജിൻ്റെ മോൾക്ക് ഇതുവരെയായിട്ടും സിനിമ കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഈ ആടുജീവിതം മോൾക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഫിലിം ചെയ്തത്. ഇല്ല, വായിച്ചിട്ടില്ല. ഇല്ല. കേട്ടിട്ടുണ്ടോ? ഒരാളെ റിയൽ സ്റ്റോറി ആണെന്ന് കേട്ടിട്ടുണ്ട് ആടുജീവിതം. അപ്പോൾ അത് പൃഥ്വിരാജ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന തോന്നുന്നത്? അടിപൊളിയാവോ, ബെറ്ററാവോ? ബെറ്റർ ആയിരിക്കും. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ആക്ടറാണല്ലോ, ഫിലിം ആക്ടറാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള കഴിവും ഡെഡിക്കേഷനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഓസ്കാർ ലെവലിൽ ഉണ്ടാവും. ഓസ്കാറിന് ചാൻസ് ഉണ്ടാവും എന്തായാലും. ഉണ്ടാവും ആ പടത്തിന് എന്തായാലും. നല്ല പ്രതീക്ഷയുള്ള ഒരു പടമാണ്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് നല്ലൊരു ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയ പടമായിട്ടാണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പൃഥ്വിരാജ്. ഓസ്കാറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ഏറെക്കുറെ ഓസ്കാറിൻ്റെ അടുത്തെത്താൻ ചാൻസ് ഉണ്ട്.